Debate with Dr. Arun Kumar. വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കുമിടെ എം.ആർ. അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം നൽകാനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ തീരുമാനം ഇന്നലെ മന്ത്രിസഭ അംഗീകരിച്ചിരുന്നു. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് മന്ത്രിസഭാ യോഗ തീരുമാനമെന്നാണ് സർക്കാരും BJPയും വിശദീകരിക്കുന്നത്. അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റം ഉദ്ദിഷ്ട കാര്യത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഉപകാരസ്മരണയെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തു വന്നതോടെ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തമായി ഉയർത്തിയിരുന്ന ഭരണകക്ഷിയായ CPI എന്നാൽ സ്ഥാനക്കയറ്റത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥ കമ്മിറ്റി തീരുമാനം സാങ്കേതികമായി ശരിയാണെന്നും സാങ്കേതികമായി പലപ്പോഴുമുള്ള ശരികൾ രാഷ്ട്രീയ ശരിയാകണമെന്നില്ലെന്നുമായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. എന്തായാലും ഈ വിഷയത്തിലെ പ്രതികരണങ്ങൾ ആദ്യം നമുക്കൊന്ന് കേട്ടുവരാം. ചോദ്യം ഇതാണ്: പുഴുക്കുത്തോ പൊന്മുത്തോ? ചർച്ചയിൽ അതിഥികളായി മുസ്ലിം ലീഗ് പ്രതിനിധി PK നവാസ്, CPM പ്രതിനിധി M പ്രകാശൻ മാസ്റ്റർ എന്നിവരാണ് നമുക്കൊപ്പം. ആദ്യം ഞാൻ PK നവാസിലേക്ക് പോകുന്നു. ശ്രീ PK നവാസ്, വെരി ഗുഡ് ഈവനിങ്, നമസ്കാരം. എൻ്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ്. വിജിലൻസിൻ്റെ അന്വേഷണം നടക്കുന്ന തൃശ്ശൂർ പൂരം അട്ടിമറിച്ചു എന്നതുമായി ബന്ധപ്പെട്ടുള്ള ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ DGP അന്വേഷണം നടത്തുന്ന ഈ കേസിൽ ഒരു FIR-ഉം ഇട്ടിട്ടില്ലാത്ത, ഒരു മെമ്മോ പോലും കൊടുത്തിട്ടില്ലാത്ത, ഒരു ചാർജ് ഷീറ്റും നൽകിയിട്ടില്ലാത്ത ഒരു ഉദ്യോഗസ്ഥനെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ADGP-യിൽ നിന്ന് DGP ആയി ഉയർത്താവുന്നവരുടെ ലിസ്റ്റ് കൊടുത്തതിൽ പരിഗണിച്ചതിൽ മന്ത്രിസഭ അതിന് അംഗീകാരം നൽകിയതിൽ സാങ്കേതികമായി എന്താണ് പിഴവ്? ശ്രീ അരുൺ, ഈ വിഷയത്തിൽ വളരെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒന്ന്, കേരളത്തിൻ്റെ DGP ആയി ഒരാൾ വന്നു എന്നല്ല, വരാനുള്ള ലിസ്റ്റ് തയ്യാറാകുന്നു. സ്വാഭാവികമായി അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? രണ്ട് വിഭാഗങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ പൊതുജനങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട, ഓരോ മിനിറ്റിലും സെക്കൻഡിലും ഇടപെടൽ നടത്താൻ ഇടപെടേണ്ട ഒന്നാണ് കേരളത്തിൻ്റെ പോലീസ് സംവിധാനം. ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പോലീസിംഗ് സിസ്റ്റം അത്രയും പ്രധാനമാണ്. രണ്ടാമത്, മറുഭാഗത്തൊരു ഗവൺമെൻറ് സിസ്റ്റമാണ്. ഗവൺമെൻറ്റും ഇപ്പുറത്ത് കേരളവും, ഈ പറയുന്ന മലയാളിയും, ഈ രണ്ട് ഭാഗമാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന M.R. അജിത് കുമാറുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ ബോധ്യം എന്താണ്? സർക്കാരിന് മുമ്പിലുള്ള രേഖ എന്താണ്? ഈ സർക്കാർ രേഖയുടെ അടിസ്ഥാനത്തിലാണല്ലോ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ പൊതുജനത്തിന് മുമ്പിലുള്ള എന്താണ്? 2022 സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരുന്ന M.R. അജിത് കുമാർ, അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരുന്നു കൊണ്ട് അവിഹിതമായി ഇടപെടൽ നടത്തി, അല്ലെങ്കിൽ നിയമപരമായി അദ്ദേഹത്തിന് വീഴ്ച പറ്റിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ M.R. അജിത് കുമാർ ഒരു കുറ്റക്കാരനാണ്. എന്നാൽ ഗവൺമെന്റ് ഈ മാറ്റുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ട്രാക്കിനകത്ത് ഒരു കുത്തോ കോമയോ ഇടാതിരിക്കാൻ ഗവൺമെന്റ് ഒരു ഭാഗത്ത് വളരെ ജാഗ്രത പാലിച്ചു വന്നത് ഈ സമയത്ത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ്. രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത്, ജനങ്ങൾക്ക് മുമ്പിൽ ADGP സ്ഥാനത്ത് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്തിരുന്ന M.R. അജിത് കുമാറിനെ, നമുക്കറിയാം കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ വലിയ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ ADGP സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നു. ജനങ്ങൾക്ക് മുമ്പിൽ കളങ്കിതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന M.R. അജിത് കുമാർ. എന്നാൽ ആ മാറ്റപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന രേഖകൾക്കകത്ത്, അദ്ദേഹത്തിന്റെ ട്രാക്കിനകത്ത് ഒരു കുത്തോ കോമയോ വരാതിരിക്കാൻ ഗവൺമെന്റ് ബോധപൂർവമായ ശ്രമം നടത്തി. ഈ ശ്രമങ്ങൾ നടത്തി. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തിനെതിരെ കരിപ്പൂർ എയർപോർട്ടിലെ സ്വർണ്ണ പൊട്ടിക്കൽ കേസുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ സ്വർണ്ണം പൊട്ടിക്കൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് പൊതുജനം വിശ്വസിക്കുന്നു. തെളിവുണ്ടോ ഇല്ലയോ പറയേണ്ടത് സർക്കാരാണ്. എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകൾ വേണം. ഒരു റിപ്പോർട്ടും ഇപ്പോൾ നമ്മുടെ മുന്നിൽ പറയാം. എന്റെ ചോദ്യം ഇതാണ്: സീനിയോറിറ്റിയുടെ കൂടി അടിസ്ഥാനത്തിലാണല്ലോ ഈ DGP ആയിട്ടുള്ള പ്രൊമോഷൻ തീരുമാനിക്കുക. അതിൽ വിശ്വസിക്കുന്നു, ജനങ്ങൾ കരുതുന്നു, കളങ്കിതനല്ലേ, ആരോപണങ്ങളുണ്ട്. ഇത് ഏതെങ്കിലും സ്ക്രീനിംഗ് കമ്മിറ്റി ഏതെങ്കിലും ഘട്ടത്തിൽ പരിഗണിക്കാൻ കഴിയുമോ? ഏതു ചട്ടപ്രകാരമാണ് അദ്ദേഹത്തെ പരിഗണിക്കാതിരിക്കേണ്ടത്? ഞാൻ അതിലേക്ക് പൂർത്തീകരിക്കാം. എൻ്റെ വാദം പൂർത്തീകരിക്കാൻ ശരൺകുമാർ സമ്മതിക്കൂ. രണ്ടാമത്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ അദ്ദേഹം കണ്ടിട്ടുള്ള RSS നേതാക്കന്മാരെ കൂടിക്കാഴ്ചയാണ്. അത് ഗവൺമെൻറ് പോലും അംഗീകരിച്ചതാണ്. ഗവൺമെൻറ് ഭരണകക്ഷി അംഗങ്ങൾ പോലും അംഗീകരിച്ചതാണ്. അനധികൃത സ്വത്ത് സമ്പാദനമാണ്. ഞാൻ പറയുന്നത്, ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് മുമ്പിൽ ഇദ്ദേഹം കൃത്യമായി കളങ്കിതനാണ് എന്ന ബോധ്യവും, ആ ജനങ്ങൾക്ക് മുമ്പിൽ കളങ്കിതനാണ് എന്ന കാരണത്താൽ 2 തവണ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് ഗവൺമെൻറ് തന്നെ മാറ്റി നിർത്തപ്പെട്ട ഒരാൾ. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിച്ച അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിനകത്ത് ഒരു തരത്തിലുള്ള
തരത്തിലുള്ള പിന്നെ ഈ മാറ്റി നിർത്തപ്പെട്ടതിന്റെ മെമ്മോയോ FIR കൊണ്ട് ഒരു സംശയം ഞാൻ ചോദിക്കട്ടെ, RSS നേതാക്കളെ കൂടിക്കാഴ്ച എന്നതിന്റെ പേരിൽ മെമ്മോ കൊടുക്കാൻ പറ്റുമോ നിലവിൽ? താങ്കൾ പറയൂ, ഏത് ചട്ടപ്രകാരം മെമ്മോ കൊടുക്കും? അല്ല, ഞാൻ അതാ പറയുന്നത്, ഞാൻ പൂർത്തീകരിക്കട്ടെ. ഞാൻ മെമ്മോ കൊടുക്കാനുള്ള അവസരം ഉണ്ടല്ലോ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് സ്ഥാനത്ത് അദ്ദേഹം മാറ്റുമ്പോൾ അദ്ദേഹത്തിന്റെ ട്രാക്കിൽ എവിടെയാണ് അദ്ദേഹത്തിനെതിരെ ഒരു വിളിച്ചു എന്നുള്ളതാണല്ലോ. ഒരാളെ വിളിച്ചു എന്നതിന്റെ പേരിൽ മെമ്മോ കൊടുക്കാൻ പറ്റൂ? അല്ല, ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കട്ടെ. ഞാൻ പറഞ്ഞ ഇതൊക്കെ രേഖാമൂലം എവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു? ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ആരോപണമുണ്ട്, ആരോപണത്തിൽ അന്വേഷണം നടക്കുന്നു, ആ അന്വേഷണം പൂർത്തീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് വരേണ്ടതല്ലേ? എത്രയും ഇത്രയും സുദീർഘമായ റിപ്പോർട്ടുകൾ വരുന്നില്ല. അപ്പൊ ഇതിൽ ഞാൻ പറയുന്നത് എനിക്ക് എന്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു ഭാഗത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസം, മറുഭാഗത്ത് സ്ക്രീൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. സ്ക്രീൻ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പൂർണ്ണമായും അതിന് യോഗ്യനാണ് എന്ന വാദം ഒരു ഭാഗത്ത് വരുന്നു. അത് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ കാര്യമാകട്ടെ, ജനങ്ങളുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കലായ ഒരു കാര്യമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഒരു പക്ഷേ സ്ക്രീനിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹത്തിന് വരാം, അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ച് ഗവൺമെന്റിന്റെ വ്യവസ്ഥാപിതമായ നിയമസംഹിതകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ആ ലിസ്റ്റിൽ ഉൾപ്പെടാം. എന്നാൽ മന്ത്രിസഭ അംഗീകരിക്കുമ്പോൾ അവിടെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷന്റെ കാര്യമുണ്ട്. പൊളിറ്റിക്കൽ ഡിസിഷൻ പരിശോധിക്കുമ്പോൾ ഈ മന്ത്രിസഭയ്ക്ക് ജനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? അല്ല, ഞാൻ പറയുന്നത് ഈ സ്ക്രീനിംഗ് കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് അയാളെ നാളെ DGP ആക്കാൻ വേണ്ടി പോകുമല്ലോ. ഈ ഗവൺമെന്റ് തുറന്ന് പറയണം, സ്ക്രീനിംഗ് കമ്മിറ്റി റിപ്പോർട്ട് സാങ്കേതികമാണെങ്കിൽ ഇദ്ദേഹത്തിന് അടുത്ത് കുറ്റമുണ്ട്, ഇദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട്, ഞങ്ങളുടെ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ADGP സ്ഥാനത്ത് ഞങ്ങൾ മാറ്റി നിർത്തിയത്. അതുകൊണ്ടാണ് രാഷ്ട്രീയമായി ഞാൻ പറയുന്നത് അരുൺകുമാർ, ഞാൻ പറയുന്നത് രാഷ്ട്രീയമായി സംസാരിക്കണം. ശരിയാണോ? ഞാൻ പറയാം, പ്രമോഷനെ തടയണോ വേണ്ടയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. നമുക്ക് ആരോപണം ഉന്നയിക്കാം, ചർച്ച ചെയ്യാം, നമുക്ക് അങ്ങനെയൊക്കെ വിശ്വസിക്കാം. രാഷ്ട്രീയമായി ഇടപെടൽ വേണമെന്നാണോ മുസ്ലിം ലീഗിന്റെ വാദം? അത് ശരിയായ വാദമാണോ? അല്ല, തെറ്റ് ചെയ്തു എന്ന ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം തടയപ്പെടണം. അപ്പൊ അന്വേഷണത്തിന് പൂർത്തീകരണം ഉണ്ടാകണം, അന്വേഷണം പൂർത്തീകരിക്കപ്പെടണം. അരുൺകുമാർ, അന്വേഷണം പൂർത്തീകരിക്കണം. അതെ, അതിന് സമയമുണ്ടല്ലോ. 2026 അദ്ദേഹത്തെ DGP ആക്കുക. അതിനിടയ്ക്ക് റിപ്പോർട്ട് വരുമ്പോൾ അതിൽ കളങ്കിതരാണെങ്കിൽ അദ്ദേഹം DGP ആവില്ലല്ലോ പി കെ നവാസ്. പിന്നെന്തിനാണ് ഈ പുകില്? ലോക പോലീസിംഗ് സംവിധാനത്തിൽ അത്യപൂർവമായ ഒരു കാഴ്ചക്ക് കേരളം സാക്ഷ്യം വഹിക്കും. ഏതാണെന്നറിയോ? ത്രിതല അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ട് വന്നില്ലെന്ന് വെക്കുക, എന്നിട്ട് അന്വേഷണ റിപ്പോർട്ട് വൈകിയെന്ന് വെക്കുക. 2020 DGP ആയതിനു ശേഷം അന്വേഷണ റിപ്പോർട്ട് വരുന്നെങ്കിൽ DGP അന്വേഷണ ഉത്തരവിട്ട ആ വ്യക്തി തന്നെ DGP കസാലിരിക്കുമ്പോൾ ഒരു അന്വേഷണ റിപ്പോർട്ട് വരണം. അല്ലെങ്കിൽ DGP ആകാൻ നമുക്കിപ്പം CPM പ്രതിനിധിയുണ്ട്, പ്രകാശ് മാസ്റ്റർ. ഗുഡ് ഈവനിങ് പ്രകാശ് മാസ്റ്റർ. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്ന് പ്രതിപക്ഷ നേതാവും പി കെ നവാസും ചോദിക്കുന്ന ചോദ്യമാണ്. ഉദ്ദിഷ്ട കാര്യത്തിനുള്ളൊരു ഉപകാരസ്മരണ എന്ന നിലയിലാണോ ഈ MR അജിത് കുമാറിനെതിരെയുള്ള പലതരത്തിലുള്ള അന്വേഷണങ്ങളും നടന്നിട്ടും ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു മെമ്മോ കൊടുക്കാത്തത്, ഒരു FIR ഇടാത്തത്? എന്തിന്? ഒരു അന്വേഷണ റിപ്പോർട്ട് വെച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ഈ ലിസ്റ്റിൽ MR അജിത് കുമാർ പെടില്ലായിരുന്നല്ലോ. അപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റിയിലേക്ക് MR അജിത് കുമാറിനെ വഴിയൊരുക്കി ഈ സർക്കാരിന്റെ കരുതൽ എന്ന് കരുതിയാൽ എങ്ങനെ തെറ്റു പറയാൻ സാധിക്കും? പ്രകാശ് മാസ്റ്റർ, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയാണോ ഇത്? ഈ കേരളം നിയമവാഴ്ചയുള്ള ഒരു സംസ്ഥാനമാണ്, അല്ലാതെ ഒരു വെള്ളരിക്കപ്പെട്ടണമൊന്നുമല്ല. ഇവിടെ സർവീസ് ചട്ടങ്ങളും അതുപോലെ തന്നെ പൊതുവിലുള്ള നിയമങ്ങളുണ്ട്. എന്താണ് നമ്മുടെ രാജ്യത്തിലെ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം? ഏതെങ്കിലും ഒരാൾ ഒരു കുറ്റവാളിയായി തെളിയിക്കപ്പെടുന്നത് വരെ അയാൾ കുറ്റവാളിയല്ല. ഇവിടെ ഇപ്പം നവാസിനെതിരെ ഒരു ആക്ഷേപം കൊണ്ട് നോക്കുക, എന്നാൽ ആക്ഷേപം അംഗീകരിച്ച് ഇനി നവാസ് രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ പാടില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ? അപ്പം നവാസ് കുറ്റവാളിയാണ് എന്ന് നിയമത്തിന് മുമ്പിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കാര്യം സംബന്ധിച്ച് തീരുമാനമാവാം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് ഇപ്പോൾ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഇത്രയും സമയം വേണം വിജിലൻസിന്റെ അന്വേഷണത്തിന് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ? അല്ല, വിജിലൻസ് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിനുള്ള കാലയളവ് എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ അദ്ദേഹം ഉൾപ്പെട്ട വിഷയം സംബന്ധിച്ചിടത്തോളം 3 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് 1.5 മാസക്കാലം കൂടി റിപ്പോർട്ട് കൊടുത്തു. ബന്ധപ്പെട്ട അലങ്കോലപ്പെടുത്തി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത് ഈ ADGP അല്ലേ?
നിശ്ചിത സമയത്തിനുള്ളിൽ ADGP ഒരു റിപ്പോർട്ട് കൊടുത്തോ? ആ റിപ്പോർട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു മെമ്മോ ഈ ADGP MR അജിത് കുമാറിന് മുഖ്യമന്ത്രി ഇഷ്യൂ ചെയ്തിരുന്നോ? ഇല്ലല്ലോ. അപ്പോൾ വേണ്ടത്ര സമയങ്ങളിലെല്ലാം സംരക്ഷിച്ചിട്ടുണ്ട് ഈ സർക്കാർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കരിയർ ട്രാക്ക് റെക്കോർഡിൽ ഒരു ചുവപ്പ് വരയും വീഴാതിരിക്കാൻ ഷാജി കിരണിനെ ബന്ധപ്പെട്ടത് ആര് പറഞ്ഞിട്ടാ? ഒരു മെമ്മോ കൊടുത്തു ഈ സർക്കാർ. സ്വപ്ന സുരേഷിനെ വിളിച്ചത് ആര് പറഞ്ഞിട്ടാ? വിജിലൻസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്ക് സ്വപ്ന സുരേഷിനെ വിളിക്കേണ്ട ആവശ്യം എന്താ? ഒരു മെമ്മോ കൊടുത്തോ? കൊടുത്തില്ലല്ലോ. അപ്പോൾ മെമ്മോ കൊടുക്കേണ്ട ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും കൊടുക്കാതെ സംരക്ഷിച്ചത് DGP ആയി സ്ഥാനക്കയറ്റം കിട്ടുന്നതിന് വേണ്ടിയുള്ള വഴിയൊരുക്കലായിരുന്നു. അതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പോലീസ് സേനക്കകത്തുള്ള അന്യായങ്ങളെ ഇതുപോലെ കൈകാര്യം ചെയ്ത മറ്റൊരു ഗവൺമെൻറ് ഇല്ല. ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കഴിഞ്ഞ വർഷം വരെ എടുത്ത് പരിശോധിക്കുമ്പോൾ 8 പേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഗവൺമെൻറ്റാണെങ്കിൽ ഒരു പോലീസ് സർവീസിൽ നിന്ന് നിരവധി പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 2016 മുതൽ ഈ കഴിഞ്ഞ 2024 വരെയുള്ള കാലത്ത് 828 പോലീസുകാർക്കെതിരെ കേസെടുത്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഗവൺമെൻറ്. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇന്ത്യ പോലീസ് ഫൗണ്ടേഷൻ പോലീസ് സേനയിലെ അഴിമതിയെ സംബന്ധിച്ച് നടത്തിയിരിക്കുന്ന സർവേയിൽ കേരള പോലീസിന് ഏറ്റവും മികച്ച സത്യസന്ധതയും കാര്യക്ഷമതയുമുള്ള പോലീസാണ് ഇന്ത്യയിലെ 1ാമത്തെ പോലീസ് എന്നുള്ളതിലേക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ആ നിലക്ക് കേരളത്തിലെ പോലീസുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് ആക്ഷേപങ്ങളെയും ഇത്ര ഗൗരവത്തോടെ പരിഗണിച്ച മറ്റൊരു ഗവൺമെൻറ് ഇല്ല. എന്നാൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ അംഗീകരിക്കണം, ഇഷ്ടമില്ലാത്തവരെ പുറത്താക്കണമെന്ന് പ്രതിപക്ഷ ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ADGP സ്ഥാനത്ത് തുടരാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു. DGP സ്ഥാനക്കയറ്റം കൊടുത്തു. അതാണ് വാദം. അല്ല, വസ്തുതയല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവർ ഈ ഇരുട്ടിൽ ഇല്ലാത്ത പൂച്ചയെ മുറിയിൽ തപ്പുന്ന പോലെയുള്ള ചർച്ചയിൽ ഇപ്പോൾ നടക്കുന്നത്. ഇദ്ദേഹത്തിന് സാധാരണഗതിയിൽ ലിസ്റ്റിൽ വന്നാൽ തന്നെ അദ്ദേഹത്തിന് എപ്പോഴാണ് ഈ പറയുന്ന DGP ആയിട്ട് വരാൻ വേണ്ടി കഴിയുക? 1 വർഷവും 7 മാസവും കഴിഞ്ഞാലാണ് സാധാരണഗതിയിൽ MR അജിത് കുമാർ DGP ആവുക. അതിനിപ്പോഴേ ഈ പറയുന്ന പോലെ ഏതോ സ്ഥലത്ത് ഒരാളെ 1 വർഷവും 7 മാസം ഉണ്ടെങ്കിൽ എന്തിനാണ് തിടുക്കപ്പെട്ട ഈ തീരുമാനം? അദ്ദേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല തീരുമാനം ഉണ്ടായിട്ടുള്ളത്. 2094 ബാച്ചുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ടുള്ള 2011 അത് തീരുമാനിക്കണ്ടേ? ആ ലിസ്റ്റിൽ 5 പേരുണ്ട്. അതിലൊരാൾ മനോജ് എബ്രഹാമാണ്, മറ്റൊന്ന് സുരേഷ് പുരോഹിതാണ്, മറ്റൊന്നുള്ളത് MR അജിത് കുമാറാണ്, മറ്റൊന്ന് ശ്രീജിത്താണ്, ഒരാൾ എനിക്ക് തോന്നുന്നു അങ്ങനെ 5 പേരാണ് ഈ ലിസ്റ്റിലുള്ളത്. ഈ 5 പേരുടെ ലിസ്റ്റിലുള്ളതിൽ 2 പേരെ പരിഗണിച്ചാൽ അടുത്ത 6 മാസത്തേക്കുള്ള DGP ലിസ്റ്റ് കിട്ടുമല്ലോ. പിന്നെ എന്തിനാണ് ഈ 3ാമത്തെ ആളെ കൂടി പരിഗണിച്ചത്? അന്വേഷണം നടക്കുകയല്ലേ. നമുക്ക് MR അജിത് കുമാർ മുതൽ താഴോട്ടുള്ള ലിസ്റ്റ് പിന്നീട് പരിഗണിക്കാമെന്ന് മന്ത്രിസഭയ്ക്ക് തീരുമാനമെടുത്തൂടെ? സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഭാഗികമായി അംഗീകരിച്ചാൽ എന്താ കുഴപ്പം? ഇല്ല, കഴിയില്ലല്ലോ. ഈ സാധാരണഗതിയിൽ കേരളം ഉണ്ടായതിനു ശേഷം ഇങ്ങോട്ട് എല്ലാ സമയത്തും ഈ അതാത് വർഷത്തിൻ്റെ അവസാന കാലം വരുന്ന വർഷം ഉണ്ടാവാനിടയുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ്, അതിലേക്കുള്ള ആരെയൊക്കെയാണ് നിയമിക്കാൻ വേണ്ടി കഴിയുക. ഇത് സ്ക്രീനിംഗ് കമ്മിറ്റി അംഗീകരിക്കുന്നത് ഇന്നും ഇന്നലെയുള്ളതല്ല, എല്ലാ കാലത്തും എല്ലാ വർഷവും നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴല്ലേ കൂടിക്കാണുന്നതും തൃശൂർ പൂരം കലക്കലിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതും നിങ്ങളുടെ കൂടെ ഭാഗമായിരുന്ന ഒരു MLA സ്വർണം പൊട്ടിക്കലിൽ പങ്കുണ്ടെന്ന് പറയുന്നതും മാമി തിരോധാന കേസിൽ പങ്കുണ്ടെന്ന് പറയുന്നതുമെല്ലാം അസാധാരണമാം വിധം നമ്മൾ കേൾക്കുന്നതല്ലേ? അങ്ങനെ ഒരാൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുമ്പോൾ മന്ത്രിസഭയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തൂടെ? സാങ്കേതിക ശരി എപ്പോഴും രാഷ്ട്രീയ ശരിയാകണമെന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് സംബന്ധിക്കുന്ന അന്വേഷണങ്ങളിൽ കുറ്റക്കാരാണെന്ന് കാണുന്ന ഒരാളെയും വിടുന്ന പ്രശ്നമില്ല. കേരള ഗവൺമെന്റ് ട്രാക്ക് റെക്കോർഡ് അതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥരെയും അന്യായമാർക്ക് സംരക്ഷിക്കാൻ നിങ്ങൾ പറഞ്ഞ പോലെ 2011 ബാച്ചിൽ 4 പേരാണ് അല്ലേ? ആക്കില്ലല്ലോ. അങ്ങനെ ആക്കാൻ കഴിയുന്ന കേസിനകത്ത് അദ്ദേഹത്തിന് കുറ്റവാളിയാണെന്ന് വന്ന് ചോദ്യം ഇതാണ്. മന്ത്രിസഭ അംഗീകാരം നൽകിയ ഒരു ഉദ്യോഗസ്ഥനെതിരെ ഏത് കീഴുദ്യോഗസ്ഥരാണ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ധൈര്യപ്പെടുക? കീഴുദ്യോഗസ്ഥനല്ലല്ലോ, പോലീസ് ചീഫാണല്ലോ അന്വേഷിക്കുന്നത് ആ കേസ്. ശരി, ഞാൻ അപ്രതികരണത്തിലേക്ക് വരാം. സാങ്കേതികമായുള്ള ശരി എപ്പോഴും രാഷ്ട്രീയ ശരിയാകണമെന്നില്ല എന്നാണ് CPI പോലും ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നേ CPIക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അത് ഇടതുമുന്നണി ചേർന്ന് വൈകിയാണെങ്കിലും ആ കാര്യത്തിൽ തീർപ്പുണ്ടായി. അപ്പോൾ PK ദാസ്, നിങ്ങൾ ശരിക്കും ഇരുട്ടിൽ കറുത്ത പൂച്ചയെ തപ്പുകയാണോ? ഇല്ലാത്ത വിഷയത്തിന്റെ പുറത്തൊരു വിഷയം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ PK ദാസ് എന്നതാണ് ഭരണപക്ഷത്തിന്റെ വിമർശനം.
അല്ല, ആ റൂമിലെ ലൈറ്റ് ഒന്ന് ഓണാക്കിയാൽ യഥാർത്ഥ പൂച്ചയെ കാണാം. അത് ഓണാക്കാൻ ഭരണകൂടത്തിൻ്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ശ്രീ പ്രകാശ് മാസ്റ്റർ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, സർവീസ് ചട്ടങ്ങൾ ഇങ്ങനെയാണ് നിഷ്കർഷിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹത്തിന് കുറ്റം ആരോപിക്കപ്പെടാം. കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ആര് തെളിയിക്കണം? ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അന്വേഷണമല്ലേ തെളിയിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് സംവിധാനമല്ലേ തെളിയിക്കേണ്ടത്? അത് തെളിയിക്കേണ്ട ആളുകളാണ് വന്നിരുന്നിട്ട് അദ്ദേഹത്തിനെതിരെ കുറ്റം തെളിയിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ പറയുന്നത്, ഇതൊക്കെ പിന്നെ ഈ പറയുന്ന വ്യക്തി ഈ ലിസ്റ്റിൽ വരുന്നതോടുകൂടി ഈ പോലീസ് സംവിധാനത്തിലുണ്ടാകുന്ന ഒരു ഭയപ്പാടുണ്ട്, ഈ അന്വേഷണ ഏജൻസി ഉണ്ടാകുന്ന ഒരു ഭയപ്പാടുണ്ട്. നാളെ അധികാരം കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരാളാണ് എം ആർ അജിത് കുമാർ. ഞാൻ നോക്കൂ, ഇന്ത്യയുടെ ഭരണകൂടം, ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്, കേരളം ഭരിക്കുന്നത് CPM ആണ്. ഈ എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് ആരോപണങ്ങളുണ്ട്. എന്താണ്? ഒന്ന്, RSS നേതാവ് ഹൊസബുള്ളയെയും അതുപോലെ തന്നെ റാം മാധവിനെയും കണ്ടു എന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണകൂടം നിയന്ത്രിക്കപ്പെടുന്നവരുമായി ഇദ്ദേഹത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. അത് ഒഫീഷ്യലാണോ അൺഒഫീഷ്യലാണോ തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ, വ്യക്തിപരമായി ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധമുള്ള ഒരാൾ. രണ്ട്, പിണറായി വിജയൻ നിരന്തരമായി ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഒരു MLA മുന്നണി വിട്ട് പോയാലും കുഴപ്പമില്ല, CPI എത്ര തന്നെ ലേഖനം എഴുതിയാലും കുഴപ്പമില്ല, അവരെത്ര തന്നെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയാലും കുഴപ്പമില്ല, എനിക്ക് സംരക്ഷിക്കാവുന്ന അവസാന നിമിഷം വരെ സംരക്ഷിക്കാൻ നോക്കി. ഒരു ഗത്യന്തരമില്ലാതെയുള്ള നടപടിയെടുത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ പിണറായി വിജയനുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ഈ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ DGPയുടെ ലിസ്റ്റിൽ വരുന്നു. ഇനി അന്വേഷണത്തിൻ്റെ സ്ഥിതി എന്താകണം? ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പ്രകാശ് മാസ്റ്റർ, കേരളത്തിൻ്റെ പോലീസ് സംവിധാനം ഭയങ്കര സംഭവമാണ്, ഇന്ത്യയിൽ നമ്പർ 1 ആണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊന്നല്ലോ കേരളത്തിൻ്റെ പോലീസ് സംവിധാനം ഇന്ത്യയിൽ നമ്പർ 1 ആകുന്നത്. കേരളം എന്ന് പറയുന്നത് ഇന്ത്യക്ക് മാതൃകയാകുന്ന പോലീസ് സംവിധാനവും രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. പക്ഷേ അതിന് കളങ്കിതമാകുന്ന രൂപത്തിലേക്ക് എം ആർ അജിത് കുമാർ എന്ന പോലീസുകാരനെ വിമർശിക്കുന്ന PK നവാസിന് TP സെൻകുമാറിന്റെ കാലം എന്താ ഓർമ്മ വരാത്തത്? അന്ന് BJPയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്ന TP സെൻകുമാറിനെ അന്നത്തെ UDF തിരിച്ചറിയാൻ പോലും പറ്റിയില്ലല്ലോ PK നവാസ്. ആ DGP അടിമുടി BJP പോയില്ലേ? നിങ്ങളുടെ വാചകം, ശ്രീ അരുൺകുമാർ, നിങ്ങളുടെ വാചകം കടമെടുത്ത് പറയട്ടെ, തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞതൊരു വീഴ്ചയായോ പോരായ്മയായോ നിങ്ങൾ കൂട്ടിക്കോ. ഇവിടെ തിരിച്ചറിഞ്ഞ ഒരാളെ, ആണെന്ന് ഉറപ്പിച്ച ഒരാളെ, പോലീസ് സംവിധാനത്തിൽ പരസ്യമായി രണ്ട് RSS നേതാക്കന്മാരെ നേരിട്ട് കൊണ്ട ഒരാളെ പ്രൊട്ടക്ട് ചെയ്യാൻ സെൻകുമാറിന്റെ പേരിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? നിങ്ങളുടെ സർവീസ് പ്രൊമോഷൻ തടയാൻ പറ്റും. ആ ചട്ടം ഏതാണ് PK നവാസ്? നമ്മുടെ നാട്ടിൽ നിലവിൽ സംഘടനയല്ലല്ലോ. RSSൽ ഏതെങ്കിലും ഒരു നേതാവിനെ ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ നിഷേധിക്കാൻ കഴിയുമോ ടെക്നിക്കലി? സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് അങ്ങനെ വാദം ഉന്നയിക്കാം. എന്റെ ചോദ്യം, മന്ത്രിസഭ അംഗീകരിക്കപ്പെടുമ്പോൾ നാളെ അപ്പലേറ്റ് ട്രിബ്യൂണലിൽ പോവില്ലേ PK നവാസ്? അന്ന് ആര് മറുപടി പറയും? PK നവാസ് മുസ്ലിം ലീഗ് മന്ത്രി മറുപടി പറയും? ഇതേ മന്ത്രിസഭ പറയട്ടെ. ശ്രീ അരുൺകുമാർ, ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരു DGP ഉണ്ടായിരുന്നല്ലോ കേരളത്തിൽ, അദ്ദേഹം ട്രിബ്യൂണൽ പോയല്ലോ. എന്താ ഗവൺമെന്റ് ചെയ്തത്? ട്രിബ്യൂണൽ അദ്ദേഹം അനുകൂലമായപ്പോൾ ഗവൺമെന്റ് ഹൈക്കോടതി പോയി, ഹൈക്കോടതി അദ്ദേഹത്തിന് അനുകൂലമായപ്പോൾ സുപ്രീം കോടതി പോയി. വേണമെങ്കിൽ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയെ സർവീസ് ചട്ടലംഘനം നടത്തി എന്നുള്ളത് തെളിയിക്കപ്പെടണം. നിലവിൽ എവിടെയാണ് PK നവാസ് ചട്ടലംഘനം? അങ്ങ് ചൂണ്ടിക്കാണിക്കും. ഞാൻ അരുൺകുമാർ, നിങ്ങൾ ഈ പറയുന്ന സാങ്കേതികത്വത്തിന്റെ ഈ പറയുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി മുമ്പിൽ വരേണ്ട റിപ്പോർട്ടുകൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹത്തിനെതിരെ ഒരു കുത്തോ കോമയോ അദ്ദേഹത്തിന് ട്രാക്ക് റെക്കോർഡ് ഇല്ലാതിരിക്കാൻ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കരിയർ നശിപ്പിക്കാൻ കഴിയുക? അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ PK നവാസ്? ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ, ഒരു ഉദ്യോഗസ്ഥന്റെ കരിയർ നശിപ്പിക്കുന്നത് ആരോപണം ഉണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. ആരോപണമല്ലല്ലോ പ്രൊമോഷനെ തടയാൻ ആവശ്യം. തെളിയിക്കപ്പെടുന്ന കേസുകളുണ്ട്. PK നവാസ് സ്വർണ്ണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ച് MLA കൊടുത്തിട്ടുണ്ടോ? സ്വർണ്ണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് കൊടുത്തിട്ടുണ്ടോ? ഒരു തെളിവും കൊടുത്തിട്ടില്ല. ഈ തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറയുന്നതിന്റെ ഒരു തെളിവും കൊടുത്തിട്ടില്ല. ഞാൻ പറയട്ടെ, ഇത് തെളിവ് അന്വേഷണ സംഘം കൊണ്ടുവരണ്ടേ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ. ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രിക്ക് പ്രിയങ്കരനായി എന്നതുകൊണ്ട് മാത്രം ഇത്രയും അധികം വിവാദങ്ങളുണ്ടാക്കിയ ഒരു ADGPയുടെ ട്രാക്ക് റെക്കോർഡിൽ അദ്ദേഹത്തിന്റെ സർവീസ് ബുക്കിൽ ഒരു ചുവപ്പ് രേഖ വീഴാതിരിക്കാൻ കാണിച്ച ആ ജാഗ്രത അത് അതിശയിപ്പിക്കുന്നതാണ്. അതാണ് രക്ഷാകവചം ഒരുക്കുന്നത്. മന്ത്രിസഭയുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രത്യേക ഒരു സംഘത്തിന്റെ സംരക്ഷണ കവചം. അതാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. പ്രകാശ് മാസ്റ്റർ, അല്ല, രാഷ്ട്രീയമായി ചർച്ചയാകേണ്ടതും അതാണ് ശ്രീ അരുൺകുമാർ. പാട്ട് എന്ന് പറഞ്ഞ പോലെ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു MLA പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ
അതിൽ മാത്രം കടിച്ചു പോകാൻ വേണ്ടി കഴിയുമോ? ഇത്തരം ആരോപണങ്ങളെ സംബന്ധിച്ച് ഉന്നയിച്ച ആളുകൾക്ക് എന്തെങ്കിലും തെളിവ് കൊടുക്കാനെങ്കിൽ കൊടുക്കണം. തോന്നിയ പോലെ കാര്യങ്ങൾ പറയല്ലോ. പിന്നെ ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നുക എന്തോ RSSകാർക്കോട് വളരെ സ്നേഹം ഞങ്ങൾ കാണിക്കുന്നുവെന്നാണ്. ഞാൻ ചോദിക്കേണ്ടത്, സെൻകുമാർ BJPയുടെ പ്രധാനപ്പെട്ട ആളായപ്പോൾ ലീഗിൻ്റെ ഗവൺമെൻറ്റല്ലേ അദ്ദേഹത്തെ DGP ആക്കിയത്? ഒഴിവാക്കിയതാരാ? ഞങ്ങളുടെ ഗവൺമെൻറ് അല്ലേ? ഞങ്ങളുടെ ഗവൺമെൻറ് ഒഴിവാക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മന്ത്രിസഭാ തീരുമാനം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. അല്ല, മന്ത്രിസഭയ്ക്ക് നിയമവിരുദ്ധ തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയില്ല. മന്ത്രിസഭാ തീരുമാനത്തെ ചോദ്യം ചെയ്യാനും അതിന് മേലെ ഉത്തരവ് പുറപ്പെടുവിക്കാനും എല്ലാം അധികാരപ്പെടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ലീഗിന്റെ പ്രയാസങ്ങൾക്ക് മനസ്സിലാവും. DGP ആക്കി കുറെ കാലം കൊണ്ടു നടക്കുമ്പോൾ ഒരക്ഷരം ഉരിയാടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിനിപ്പോ ഈ ഗവർണറെ സംബന്ധിച്ച് പറയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പരസ്യമായി ബോധ്യപ്പെട്ട ഒരു സംഘപരിവാരക്കാരനാണോ സർവീസിലിരിക്കുന്നത്? അധികം ഇത് കാണിക്കല്ല കേട്ടോ, വിളവ് കാണിക്കല്ല. നിങ്ങൾ വർത്തമാനം പറയുമ്പോൾ ഒരൊറ്റ വാക്ക് ഞാൻ വിചാരിച്ചിട്ടില്ല. നിങ്ങൾ അന്യായമായ ഒരുപാട് കാര്യം പറയുമ്പോൾ ഞാൻ കേട്ടിരുന്നല്ലോ. ഒരു മര്യാദ കാണിക്കുന്നത് ഒരു ചർച്ചയിൽ വരുമ്പോ ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയാം. നിങ്ങൾക്ക് അതിന് അധികാരം തന്നിരിക്കുന്നത് വെറുതെ വല്ലതും പറയരുത്. വളരെ വ്യക്തമായിട്ട് കേരള ഗവൺമെന്റ് UDF ഭരിക്കുമ്പോൾ കേരള പോലീസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത്രയേറെ നാണം കെട്ട് തെറികെട്ട പോലീസ് കേരളത്തിൽ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ. ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഈ കേരളത്തിലെ പോലീസ് ഏറ്റവും കാര്യക്ഷമമാണ് എന്ന്, ഈ ഇന്ത്യക്കകത്ത് മാതൃകയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും അന്യായക്കാരായിട്ട് പോലീസുകാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കില്ല. എന്നാൽ നിയമപരമായിട്ട് വരേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ ഒരാളെ കേസിലല്ലല്ലോ ഇവിടെ പറയുന്നത് കേട്ടോ വിചാരിക്കുക MR അജിത്കുമാറിന്റെ കാര്യം മാത്രം തീരുമാനിച്ചത് അല്ലല്ലോ. ഇവിടെ 4 പേര് 2011 ബാച്ചിൽ 2000 ബാച്ചിൽ എങ്കിലും പ്രകാശ് മാസ്റ്റർ പറയുന്നു സാങ്കേതികത്വമാണ്. ആ സാങ്കേതികത്വം 1 വർഷവും 7 മാസവും കാത്തിരുന്നാൽ മാത്രം വരേണ്ട ഒരു പ്രൊമോഷനാണ്. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതിനിടയിൽ റിപ്പോർട്ട് വന്നാൽ നമുക്ക് കാണാം. താങ്ക് യു പ്രകാശ് മാസ്റ്റർ, താങ്ക് യു PK നവാസ്. ചർച്ചയിൽ Debate with Dr. Arun Kumar.